ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനും കില്ലറും കാര്യങ്ങളൊക്കെ ലോൺ വോൾഫ് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ കില്ലറിൻ്റെ അടുത്ത് കുറച്ച് ആളായി പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൂടെ കളിച്ച വീഡിയോസും കാര്യങ്ങളും ഇടാൻ. സോ ഞാൻ കില്ലറിൻ്റെ കൂടെ കളിച്ച സമയത്ത് ലോൺ വോൾഫാണ്. ഓക്കെ, അപ്പോൾ ലോൺ വോൾഫ് കളിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അങ്ങനെ ഞാനും കില്ലറും ചുമ്മാ ഒരു ലോൺ വോൾഫ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിമിയാണ്. ഞാൻ ഡെസേർട്ടുകളും കാര്യങ്ങളും എടുത്തു. ഗ്രൂപ്പ് പിന്നെ ലൊക്കേഷൻ എൻ്റെ കൂടെ വരാൻ ഞാൻ പറഞ്ഞു. ദെൻ അങ്ങനെ നമ്മൾ എനിമീസ് ആരാ നമ്മൾ അറിയില്ലാണ്ട് നമ്മുടെ റാൻഡ് എനിമീസിൻ്റെ കൂടെ ലോൺ വോൾഫ് കളിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ കില്ലറുടെ ഞാൻ വിചാരിച്ചു കില്ലർ ഇറങ്ങിപ്പോയിന്ന് ഗെയിമിൽ നിന്ന്. പക്ഷേ അന്നപ്പോഴേക്കും ഒരു എനിമിയാണെങ്കിൽ കാര്യം വന്നിട്ട് ഞാൻ ഉണ്ടായിരുന്നു. സോ ഞാൻ അവനെ വെടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ മനസ്സിലാവണ്ടല്ലേ. അന്നപ്പോഴേക്കും ഒരു പെണ്ണുമ്പിള്ള വന്നു. ഞാൻ പുള്ളിക്കാരത്തിനെ വൺടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അന്നപ്പോഴേക്കും മറ്റേ പുള്ളി അലോക്ക് വന്നിട്ട് ഞങ്ങളെ അടിക്കുമായിരുന്നു. ദിവസമൊക്കെ അങ്ങനെ അടിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ അവനൊരു 30 കൊടുത്തു, പ്ലസ് ഒരു 5 റിന്ന് കൊടുത്തു, പിന്നെ 45 കൊടുത്തു, പിന്നെ വേറെ 42 കൊടുത്തു, പിന്നെ എന്നിട്ട് ഒരു 65 കൊടുത്തപ്പോഴേക്കും ചെക്കൻ അടിച്ചു താഴെ വീണു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോലും ഇട്ടില്ല കേസൊക്കെ. നമ്മൾ ഇരുന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഡെസേർട്ടുകൾ കൊണ്ട് അടുത്ത കടി പോയിട്ട് കളി. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെസേർട്ടുകളൊക്കെ എടുത്ത് നല്ല മൂവ്മെൻ്റൊക്കെ ഇട്ട് കളിക്കുകയായിരുന്നു. ആൻഡ് ആ ടൈമിലായിരുന്നു ഗീസ് നമ്മുടെ കില്ലറിനെ കാര്യങ്ങൾ വൺടാപ്പ് അടിച്ചിട്ട് ഒരു പുള്ളി വൺടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടത്. അങ്ങനെ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നു. പക്ഷേ എനിക്ക് അടിക്കാൻ പറ്റിയില്ല കേസ്. ഒക്കെ അങ്ങനെ അവൻ എന്നെ വൺടാപ്പ് അടിച്ചിട്ട് കേസ്. എന്നിട്ട് അവൻ്റെ പെണ്ണും അവൻ്റെ കപ്പിളാണ് കേസ്. പുള്ളിക്കാരത്തിയാണ് അവൻ്റെ മനസ്സിലേക്ക് കാണുമല്ലോ. പക്ഷെ അങ്ങനെയുള്ളതുകൊണ്ട് പുള്ളി ഇവിടെ ഇങ്ങനെ മാസൊക്കെ അടിച്ച് നിൽക്കണ്ടായിരുന്നു. ഒരു പെണ്ണുമ്പുള്ള ഇരുന്ന് കാണിച്ചു. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് നേരം തുറച്ചൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ്റെ അടുത്ത് എൻ്റെ പുറത്ത് വരാൻ പറഞ്ഞു ചെക്കൻ. എന്നപ്പോഴേക്ക് എനിമിയാണെങ്കിൽ MB40 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴേക്കും ഞങ്ങളാണെങ്കിൽ MB40 ഇട്ട് മോനെ കില്ലർ ഞാനും ഉണ്ടല്ലോ. ഒന്നാമത് കുത്തിപ്പിടിയാണ്. ചെവിയൊക്കെ പൊത്തി പിടിച്ചോളാൻ ഞങ്ങൾക്ക് ചെവി പൊത്തി പിടിച്ചിട്ടാണ് നിങ്ങൾ കളിച്ചോണ്ടിരുന്നത്. ചുമ്മാ പറഞ്ഞാൽ അന്നപ്പോഴേക്കും ഞാൻ അവിടെ വന്ന പെണ്ണുമ്പിള്ളേനെ ഹെഡ്ഷോട്ടും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴേക്കും നമ്മുടെ കില്ലറ് എനിമീനൊക്കെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ പതുക്കെ കില്ലറിനെ ചാവേറായിട്ട് വിട്ട് കളിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ കില്ലർ പോണ സമയത്ത് അവിടെ ഫുൾ സ്റ്റെപ്സ് കണ്ടു. ഞാൻ കില്ലറിൻ്റെ പുറകെ പിന്നെയും പോയി. അന്നപ്പോഴേക്കും അവൻ മേളിൽ നിന്ന് തന്നെ വെടി വെക്കുകയായിരുന്നു. സോ അവന് കുറച്ച് ഡാമേജ് വന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ സൈഡിലേക്ക് കയറി വന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും നമ്മുടെ കില്ലറിനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. പക്ഷേ കില്ലറിന് ഒരെണ്ണം കയറുന്നില്ലായിരുന്നു. എന്നിട്ട് അവൻ ഇപ്പുറത്തേക്ക് വന്ന സമയത്ത് കില്ലർ ഇങ്ങോട്ടേക്ക് തെറിച്ചു പോയി. അന്നപ്പോഴേക്കും അവൻ കില്ലറിനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അന്നപ്പോഴേക്കും അവൻ എന്നെ അടിച്ചിട്ടു. പക്ഷേ നമ്മുടെ കില്ലറിന് എന്തോ പറ്റി ഗൈസ്. പിന്നെ അവൻ്റെ കപ്പിളിനെ ഉണ്ടാക്കാനാണോന്ന് അറിയില്ല ഗൈസ്. അവൻ ഇമോട്ടൊക്കെ അടിച്ച് നിൽക്കണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനാണെങ്കിൽ പിന്നെ ഇവൻ്റെ അടുത്ത് വന്നിട്ട് കളിക്കളിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുവാണ് ഗൈസ്. ഓക്കെ, പിന്നെ സോ അന്നപ്പോഴേക്കും അടുത്ത MB40 ഈ കളി ഞാൻ നേരെ അവനെ കുത്തിപ്പിടിച്ചിട്ട് ഇട്ടെങ്കിലും അവൻ്റെ ഹെഡ് ഷോട്ട് കയറിയില്ല. ഞാൻ ഡ്രാഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും. പക്ഷെ എൻ്റെ HP ഞാൻ നോക്കിയില്ല ഗൈസ്. എന്നിട്ട് ഞാൻ അവനെ കുത്തിപ്പിടിച്ച് ഡൗൺ ഇട്ട സമയത്താണ് അവൻ്റെ കപ്പിൾ കാര്യങ്ങളൊക്കെ അവൻ്റെ ടീമേറ്റും കാര്യങ്ങളൊക്കെ നോക്കായി പോയത്. അങ്ങനെ ഞാൻ പിന്നെ വന്നപ്പോഴേക്കും നമ്മുടെ കില്ലർ കാര്യങ്ങൾ ഹെഡ് ഷോട്ട് അടിച്ചു കൊടുത്തു. ഞാനവിടെ ഇമോട്ട് ഇട്ട് കൊടുത്തു. ചെക്കൻ നല്ല സമാധാനപരമായി എല്ലാം തീർക്കാൻ വന്നപ്പോഴേക്കും അവൻ്റെ ടീമേറ്റ് ഇറങ്ങിപ്പോയി ഗൈസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാലോ. അവൻ്റെ ടീമേറ്റ് ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ്റെ ടീമേറ്റ് അല്ല ഇറങ്ങിപ്പോയത്. ശരിക്കും അവൻ തന്നെയാണ് ഇറങ്ങിപ്പോയത് ബൈ ദ വേ. അതപ്പോഴേക്കും കില്ലർ വുഡ്പക്കർ എടുത്തു. വുഡ്പക്കർ എനിക്ക് തോന്നുന്നു വീഡിയോസൊക്കെ എൻ്റെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പെണ്ണുമ്പിള്ളേനെ വൺടാപ്പും കാര്യങ്ങളും ഇടാൻ വന്ന സമയത്താണെങ്കിൽ കില്ലറും കാര്യങ്ങളും വന്നു. പക്ഷെ എൻ്റെ കില്ലറിനെ അടിച്ചപ്പോഴേക്കും ഞാനാണെങ്കിൽ ബോഡി ഷോട്ട് അടിച്ച് ഇട്ടു വയസ്സ്. പക്ഷെ ഞാൻ വിചാരിച്ചു കില്ലർ മറ്റവനെ കൊന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ പിന്നെ അതിൻ്റെ റിമോട്ട് അടിച്ചു കൊടുത്തു. പിന്നെ M187 ഉണ്ടായിരുന്നു കേസ്. ഓക്കെ, അത് വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് പുള്ളിക്കാരത്തി എന്നെ വൺടാപ്പ് അടിച്ചിട്ടത്. പക്ഷെ നമ്മുടെ കില്ലറിനെയും ഞങ്ങൾ രണ്ടുപേരും വൺടാപ്പൊക്കെ അടിച്ച് പുള്ളി അവിടെ നിൽക്കുമായിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ നമുക്ക് കൊടുക്കണ്ട കേസ് ഇങ്ങോട്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഈ അടുത്ത കളി എന്ത് എടുക്കുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നിൽക്കുന്ന ഞാനല്ല. എനിമിയാണോ കില്ലറോ എനിമിയാണെന്ന് തോന്നുന്നു കേസ്. എനിമിയായിരുന്നു ഗണ്ണെടുക്കുന്നത്. സോ എനിമി ഏത് ഗണ്ണെടുക്കുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരത്തി ഡെസേർട്ടുകൾ എടുത്തത്. അങ്ങനെ ഡെസേർട്ടുകൾ എടുത്തപ്പോൾ
ഇത് ചെയ്യും ഗൈസ്. ഡെസേർട്ടികളൊക്കെ എടുത്തു. ഞാൻ നേരെ വന്നു. പക്ഷേ പുള്ളിക്കാരത്തിനെ കാണാനില്ലായിരുന്നു ഗൈസ്. ഞാൻ സൈഡിലേക്ക് നിന്നപ്പോൾ പുള്ളിക്കാരത്തി എവിടെ നിൽക്കണ്ട. ഞാൻ ഒരു 30 അങ്ങ് നേരെ അടിച്ചു കൊടുത്തു. അന്നപ്പോഴേക്കും പുള്ളിക്കാരത്തി ആണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കില്ലറിനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരത്തി എന്നെ നോക്കിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ നേരെ പുള്ളിക്കാരത്തിൻ്റെ പുറകിൽ ചെന്നിട്ട് ഒരു 37 കൊടുത്തു. അങ്ങനെയല്ല, അപ്പോഴേക്കും ഞാൻ കുറച്ച് 45 അപ്പോൾ ഒരു 50 കൊടുത്തു. പിന്നെ ഒരു 56 കൊടുത്ത് ഒരു 68 കൊടുത്ത് ഞാൻ പുള്ളിക്കാരത്തെ അങ്ങ് ഡൗൺ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇമോട്ട് അടിച്ചില്ല ഗൈസ്. മറ്റവനാണല്ലോ നമ്മൾ ഇമോട്ട് അടിച്ചത്. അന്നപ്പോഴേക്കും പുള്ളിക്കാരത്തിക്ക് റിബഞ്ച് എടുക്കണം നമ്മുടെ ചെക്കൻ്റെ അടുത്ത്. അപ്പോൾ അല്ല, എൻ്റെ അടുത്തും അവൻ്റെ അടുത്തും. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, എൻ്റെ അടുത്തും കില്ലറും ഒരേ ഷൂസല്ല ചപ്പൽ, സ്ലിപ്പേഴ്സ്. അതപ്പോഴേക്കും ഞാനാണെങ്കിൽ ഞാനൊക്കെ അപ്പം ഞാനീ വന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ വൺ ടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ഇട്ടവരെ എല്ലാവർക്കും ബൈ.